ഹലോ ഗായ്സ്, വെൽക്കം നമ്മുടെ ഇന്നത്തെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട് പണി സെറ്റ് ചെയ്യാൻ പോണ്. നമ്മുടെ ഡ്രീം ഹൗസ്. ഞാൻ ഈ ഒരു എപ്പിസോഡല്ല, ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് പണിയണമെന്ന്. പക്ഷേ ഉള്ള ഒരു റിസോഴ്സ് ഒന്നും എനിക്കായിട്ടില്ല. അപ്പോൾ ഇവിടെ ട്രീസൊക്കെ ഞാൻ സെറ്റ് ചെയ്തപ്പം എനിക്ക് ആവശ്യമുള്ള റിസോഴ്സസായി. അപ്പോൾ അതിന് ഒരു സൈഡ് എന്താ പറയുക വേണ്ടിയുള്ള റിസോഴ്സസ് എനിക്കായിട്ടുള്ളൂ. ബാക്കി എനിക്ക് വേണം. അതാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോണേ. പിന്നെ നമുക്ക് ഇച്ചിരി ടോർച്ച് വേണം. അത് ക്രാഫ്റ്റ് ചെയ്യാനാണ് എന്നെ ഇപ്പോൾ തരിക. അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി ഇത് വേണം. പിന്നെ കോൾ എടുത്തിട്ട് ഒരു ടോർച്ചിനാണെങ്കിൽ പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കങ്ങ് വീട്ടിലേക്ക് എടുക്കാം. ഇങ്ങനെ എങ്ങാണ്ടായിരുന്നു അത് ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇതോടെ ചെയ്യാം. 36 ടോർച്ചസും കൂടെ കിട്ടി. മതി ധാരാളം. ഫുള്ളായി. സമയം ഏതാണ്ട് സന്ധ്യയായി വരുന്നെന്ന് തോന്നുന്നു. ഏതാണ്ട് അത്രയായി, എന്നാലും ഇല്ല, ഉച്ചയാവാൻ പോകുന്നുള്ളൂ. നമുക്ക് എന്തായിട്ടിറങ്ങാം. ഇതുവഴി താഴോട്ടിറങ്ങിയാലാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബേസ് തോന്നുന്നത്. ഇവിടെ സാമ്പീസൊക്കെ സ്പാണാവുന്ന രീതിയാണ്. ഇതിൻ്റെ അകത്തും സ്പാണാവും, ഇവിടെയും സ്പാണാവും. ഇവിടൊക്കെ നമ്മൾ ആ ഒരു ബേസിനെ സെറ്റപ്പ് ചെയ്യാൻ ഇപ്പോൾ ചെടിയ. അതുകൊണ്ട് ഞാനൊക്കെ പൊട്ടിക്കണം. നമുക്ക് സോംബി ഫാം ആക്കാൻ, ഒരു എക്സ്പി ഫാം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ച് ശരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അതാക്കുന്നില്ല. ഞാനിവിടെ ഒരു ബേസിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആക്കാൻ പോകും. ഇവിടെ ഫുൾ ആ ഒരു ബേസ് സെറ്റ് ചെയ്യും. പിന്നെ ഇവിടാണ് ആ ഒരു എൻട്രൻസ് ഇല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത്. ഇതുവഴി ഒന്നും കയറത്തില്ല. അവിടെ നിന്ന് അപ്പുറത്താണ് നമ്മുടെ ആ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടാണ് നമ്മുടെ ഒരു ബെഡൊക്കെ ആ ഒരു സെറ്റപ്പ് കൂടെ ചെയ്യും. അതാണ് ഞാൻ ഇന്ന് ചെയ്യുമെന്നും പറഞ്ഞു നിങ്ങളോട്. ഇത് നമുക്ക് പൊട്ടിച്ചോളാം. ഇത് നമുക്ക് വേണ്ട. ഇത് പൊട്ടിച്ചോളയും. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് കളയാൻ പെട്ടെന്ന്. അത് ഞങ്ങൾ സ്പീഡ് ചെയ്യണം. അപ്പം ഇതൊക്കെ പൊട്ടിച്ചിടുമ്പോൾ നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റാണ് റെക്കോർഡായിട്ടുള്ളത്. ആ ഒരു 10 മിനിറ്റ് കഴിയും. ഷവൽ ക്രാഫ്റ്റിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഷവൽ ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. തുടങ്ങാം. 4 അറ്റത്തും ഇത് ഓരോന്ന് വെച്ചെടുക്കാം. ഇത് ഈ അറ്റത്തിലിട്ട്, ഇത് ഈ അറ്റത്ത്. ഇവിടുന്ന് 1 2 3 4 ഇതിനാണ് ഞാൻ എടുക്കുന്നത്. 1 2 3 4. ഇപ്പോൾ രണ്ടും ഒരേ ലെവലായിട്ടുണ്ട്. ഇത് മതി. ഇവിടുന്ന് അതുപോലെ തന്നെ ഒന്ന് പൊട്ടിക്കുന്നുണ്ടൊക്കെ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നോക്കാം. ഞാൻ കറക്റ്റ് എൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് സോംബീസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ എല്ലാം തീരും. ക്രീപ്പറൊക്കെ ഇവിടെ സ്പാണാവാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ആണെന്നത്. അതിവിടെ ഇവിടുന്ന് തൊട്ട് താഴെയാണ് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്. അതും ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു എന്താ പറയുക, ഒരു പാലം പണിയണം. ബ്രിഡ്ജ് പണിയണം എനിക്ക്. അതൊക്കെ ക്ലിപ്പ് ബോർഡിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പണിയണമെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഓക്കിൻ്റെ ലോക്സ് ആണ്. ലോക്സ് ഒരു സ്റ്റാക്ക് നമുക്ക് മതി. ഒരൊറ്റ സ്റ്റാക്കാകുമ്പോൾ നിർത്തി. ഒരു സ്റ്റാക്ക് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് ഓരോ കട്ട വിട്ട് ഓക്കെ ഇതുപോലെ തന്നെ. സന്ധ്യ ആവാറായിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ ആക്ച്വലുണ്ട്. ഇവിടെ ആ ഒരു ഇവിടെ ഇത് തന്നെ. പിന്നെ ഇവിടെ ആയിട്ട് ഇത് ഇവിടെ നോക്കും. ഇവിടെ വേണ്ടാതൊക്കെ ചില ബ്ലോക്സ് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പൊടിച്ചു. ഇവിടെ പോലെ തന്നെ ഇവിടെ
ഇവിടെ ആ ഒരു പിന്നെ ഇതിൻ്റെ ഇടയിലൊരു കോബിൾ സ്റ്റോൺ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. കോബിൾ സ്റ്റോൺ തന്നെ നമ്മളൊരു ഡെക്കറേഷൻ ഫുള്ള് കറക്റ്റായിട്ടുണ്ട്. ഇനി ബെഡൊക്കെ ഇട്ടങ്ങ് സെറ്റ് ചെയ്താൽ മതി നമുക്ക്. പിന്നെ ഇതിന് ടോപ്പിൽ ഒരു ഓക്ക് ലോഗല്ലല്ലോ, ഇത് ഓക്ക് പ്ലാങ്ക്സ് ആണ്. മറ്റേതാണ് ഈ ഒരു സാധനമാണ് ഓക്ക് ലോഗ്. നമ്മുടെ വുഡ് എന്ന് പറയുന്ന സാധനം, വുഡ് നമ്മൾ വുഡ് എന്ന് വിളിക്കുന്ന സാധനം ഓക്ക് ലോഗ്. ഇത് ഓക്ക് പ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഇത് കറക്റ്റെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ലോഗും തീർന്നു. അല്ലെ ലോഗല്ല, പ്ലാങ്ക്സ് അതും തീർന്നു. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഇതന്നെ വെക്കില്ല, വേറെ ഇതാണ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ടോർച്ചാണ് ആദ്യം വെക്കുന്നത്. ഇവിടുന്ന് പൊട്ടറ്റ് തുറന്നു ഗിയറിട്ട് തുറന്നു. അപ്പോൾ ഇത് കറക്റ്റായി. പിന്നെ ഈ ഒരു ബ്ലോക്ക് ഞാൻ അവിടെ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ ആവശ്യമില്ല, ഹെൽത്ത് ഫുഡ് ചെയ്യണം. ഈ ഒരു ഇതും ഓരൊക്കെ തന്നെ വേണ്ട. ഇവിടെ ഞാൻ വെക്കുന്നില്ല, വേറെ വല്ലതും വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ വേറെ വലിയ ലോഗൊക്കെ വെച്ച് സെറ്റ് ചെയ്യണ്ടേ. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്രേ കേട്ടുള്ളൂ. അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി പണി ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. നമ്മൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ. ഓക്കെ.